റഹിമഹുല്ല ഈ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ട്. അത്തോ വലിയ താബിഇയാണ്, സീനിയർ താബിഇയാണ്. ഒരുപാട് സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബിമാരിലൊക്കെ ദീനു പഠിച്ച പ്രായം ചെന്ന മുതിർന്ന താബിഇകളിൽപ്പെട്ടതാണ് അത്തോ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ല. അബൂ ഹനീഫയാവട്ടെ ജൂനിയറാണ്. അദ്ദേഹം താബിഇ ആണോ അല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില സ്വഹാബിമാരെ അദ്ദേഹം കണ്ടുവെന്നും കണ്ടിട്ടില്ല എന്നുമൊക്കെയുള്ള ചർച്ചകൾ ചരിത്രത്തിൽ കാണാം. ആ സ്വഹാബികളെ കണ്ടെങ്കിൽ അദ്ദേഹം താബിഇയാണ്, കണ്ടിട്ടില്ലെങ്കിലോ അദ്ദേഹം താബിഉമാണ്. ഈ താബിഇ ആണെങ്കിൽ തന്നെ ഏറ്റവും ജൂനിയർ ലെവലിൽപ്പെട്ട താബിഇയാണ്. അതുകൊണ്ട് അത്തോ ഇബ്നു അബീ റബാഹിനെ അറിയില്ല അബൂ ഹനീഫയെ. അത്തോ മക്കത്താണ്, അബൂ ഹനീഫ കൂഫയിലാണ്. അത്തോ ഇബ്നു അബീ റബാഹ് ഹജ്ജിനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാമിന് വല്ലാത്തൊരു ആവേശം. അത്തോയിനൊന്ന് പോയി കണ്ടിട്ട് കൂടെ കൂടാൻ ചോദിച്ചാലോ എന്നാണ്. അത്തോ വലിയ ഉസ്താദാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ എന്നെ പോലത്തെ ഒരാൾക്ക് കൂടാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഈ ഹജ്ജ് വേളയിൽ അത്തോ ഇബ്നു അബീ റബാഹിന്റെ കൂടെ സഹവസിക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം, ഒരുപാട് ദീനു പഠിക്കാം, കുറെ സംശയങ്ങൾ തീർക്കാം. അങ്ങനെ അബൂ ഹനീഫ ഇമാമ ചെന്നിട്ട് ഹജ്ജിന്റെ ആ പ്രദേശങ്ങളിൽ ചെന്ന് അത്തോയിനെ ചെന്ന് കണ്ടു. ഇത് പറഞ്ഞു, ഞാൻ ഹജ്ജിന് വന്നാണ്, ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെയോ എന്നാണ്. അത്തോ ഉടനെ ചോദിച്ച ചോദ്യമുണ്ട്, മിമ്മൻ അന്ത, മിമ്മൻ അന്ത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അത് അറിഞ്ഞിട്ടേ ഒപ്പം കൂട്ടാൻ പറ്റുള്ളൂ. ഹജ്ജിനെന്ന ഉറപ്പല്ല, മുസ്ലിം എന്ന ഉറപ്പാണല്ലോ. എന്നിട്ടാ ചോദിക്കുന്നത്. ഇന്ന് ആ കാലത്ത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ അപ്പൊ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, മിമ്മൻ ലാ യസുബ്ബു സലഫ് വയുഅ്മിനു ബിൽ ഖദർ വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബ. നീ ഏതാ ഗ്രൂപ്പ്, നീ ഏതാ വിഭാഗം എന്നാണ് ചോദിച്ചത്. മറുപടി കൊടുത്തു, ഞാൻ സ്വഹാബിമാരെ ചീത്ത പറയാത്ത ആളാണ്, അതേപോലെ ഖദറിൽ വിശ്വാസമുള്ള ആളാണ്, ഒരു മുസ്ലിമും കാഫിറാണ് എന്ന് വിധി എഴുതാത്ത ആളാണ് ഞാൻ. അപ്പൊ മനസ്സിലായി, ഷിയല്ല, ഖവാരിജല്ല, ഖദരിയല്ല എന്നൊക്കെ മനസ്സിലായി ഈ വാക്കെന്ന്. അത്തോ പറഞ്ഞു, അറഫ്തു ഫൽസം, എന്നെ മനസ്സിലായി, കൂടെ കൂടിക്കോർ. ഇതാണ് ആ ഒരു കാലഘട്ടം. അതിനുശേഷം പിന്നെ ജഹ്മികൾ വന്നു, ജബരികൾ വന്നു, മുഅ്തസിലിയാക്കൾ വന്നു, അതേപോലെ റാഫിദിയാക്കൾ വന്നു. ഇങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങൾ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിലൊക്കെയായി വ്യത്യസ്തമായ സംഘങ്ങൾ ഉടലെടുത്തു. അവരൊക്കെ വാദിച്ചു, ഞങ്ങളാണ് ശരിയായ മുസ്ലിമീങ്ങൾ. മുഅ്തസിലിയാക്കൾക്ക് അവരുടെ അസ്ലികൾ 5 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. മുഅ്തസിലിയാക്കൾ ബുദ്ധിക്കാണ് പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം കൊടുക്കുക. ഒരു കാര്യം പ്രമാണത്തിന് വന്നു, പക്ഷെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രമാണം സ്വീകരിക്കേണ്ടതില്ല എന്നാണ് മുഅ്തസിലിയാക്കളുടെ ബേസ്. അവർ 5 അടിസ്ഥാനങ്ങൾ, ആ 5 അടിസ്ഥാനം. ഒന്നാമത്തെ കാര്യം എന്താ? അത്തൗഹീദ്. അപ്പൊ കേൾക്കുമ്പോൾ ആർക്കുന്നത് എന്താ തൗഹീദ് അല്ലേ, എന്താ കുഴപ്പം? പക്ഷെ എന്താ പോലെ തൗഹീദ്? അവിടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ എല്ലാ വിശേഷണങ്ങളെയും നിഷേധിക്കുക. അല്ലാഹ്ക്ക് റഹ്മത്തില്ല, അല്ലാഹ് റഹ്മാനല്ല, അല്ലാഹ്ക്ക് ഇൽമില്ല, അല്ലാഹ്ക്ക് ഖുദ്റത്തില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മുഴുവൻ വിശേഷണങ്ങളെയും നിഷേധിക്കുക. അതാണ് പോലെ തൗഹീദ്. കാരുണ്യം എന്ന വിശേഷണം അല്ലാഹ്ക്കില്ല, കഴിവ് എന്ന വിശേഷണം അല്ലാഹ്ക്കില്ല, അറിവ് എന്ന വിശേഷണം അല്ലാഹുവിനില്ല, കാഴ്ച, കേൾവി ഇതൊന്നും അല്ലാഹുവിനില്ല എന്ന് പറയണം. അതാ പോലെ തൗഹീദ്. അപ്പൊ ഇതറിയാത്ത ഒരാളോ ആയി പോയി പെട്ടുപോകും. പരിചയപ്പെടുമ്പോൾ എന്താ നിങ്ങളെ ആശയം, എന്താ നിങ്ങളെ നയം, എന്താ ഞങ്ങൾ നയം, അങ്ങനെ ഏറ്റവും അടിസ്ഥാനം ഒന്നാമത്തെ തൗഹീദാണ് എന്ന്. ഇത് കുഴപ്പമില്ലല്ലോ, നമുക്ക് തൗഹീദല്ലേ വേണ്ടത്. പക്ഷെ ഓരോ തൗഹീദോ അത് വേറെ തൗഹീദാണ്. ഇങ്ങനെ പിഴച്ച സംഘങ്ങൾ ലോകത്ത് വന്നു. അതിലൊക്കെ ലക്ഷക്കണക്കായ മനുഷ്യന്മാരെ പോയി പെടുകയും ചെയ്തു. മുഅ്തസിലിയാക്കൾ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മനുഷ്യന്മാരാണ്. ആ കാലഘട്ടങ്ങളിൽ
ഇസ്ലാമിക രാജ്യങ്ങൾ പലതും ഭരിച്ചത് ഈ മുഅ്തസിലിയാക്കളായിരുന്നു. ബസറയും ബഗ്ദാദും കൂഫയും പോലുള്ള പ്രദേശങ്ങൾ മുഅ്തസിലിയാക്കൾ ഭരിച്ച സാഹചര്യങ്ങളുണ്ടായി. രാജ്യത്തെ ഔദ്യോഗിക ആശയം മുഅ്തസിലി ആശയമായി പ്രഖ്യാപിച്ചു. ഖാദിമാര്, ജഡ്ജിമാര് കോടതിയിൽ വിധിക്കുക മുഅ്തസിലി ആശയപ്രകാരമാണ്. മദ്രസയിൽ മക്കളെ പഠിപ്പിക്കുക മുഅ്തസിലി ആശയപ്രകാരമാണ്. പള്ളിക്കിലെ പഠന ക്ലാസ് മുഴുവൻ മുഅ്തസിലി ആശയപ്രകാരമാണ്. മുഅ്തസിലി ആശയമില്ലാത്ത ഒരാൾക്ക് ഖതീബാകാൻ പറ്റൂല, ഇമാമാകാൻ പറ്റൂല, ക്ലാസ് എടുക്കാൻ പറ്റൂല, വഴുതു പറയാൻ പാടില്ല, അയാൾ ആ വക ദീനിയായ ഒന്നും ചെയ്യാൻ പാടില്ല. എന്തിനേറെ റേഷൻ കടയിൽ പോയാൽ മുഅ്തസിലിയാക്കളെ കാർഡുമ ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ, അല്ലാത്തവരെ കാർഡുമായി ചെന്നാൽ ഒന്നുമില്ല. ഇന്നത്തെ കാലത്തുള്ള ഈ വെള്ളക്കാർഡും ചുവപ്പ് കാർഡും എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് 2 ഐറ്റം കാർഡാണ്. അഹ്ലുസുന്നയിൽപ്പെട്ടൊരു കാർഡ്, മുഅ്തസിലിക്ക് വേറെ കാർഡ്. അപ്പൊ അഹ്ലുസുന്നയിൽപ്പെട്ട റേഷൻ പീടിയിൽ പോയിട്ട് കാർഡ് കൊടുത്താൽ ഈ കാർഡ് അപ്രാവശ്യം ഒന്നുമില്ല, പോയിക്കോളി അറിയും. മറ്റവന് വാരിക്കോരി കൊടുക്കുക. അപ്പൊ കുറെ ആൾക്കാർ കാർഡ് ചോപ്പാക്കാൻ വേണ്ടി മുഅ്തസിലിയായി മാറി. പട്ടിണിന്റെ കാര്യമാണ്, വേറെ നിർവാഹമൊന്നുമില്ല. വേറെ ഒന്നും ഭക്ഷണം കിട്ടാനില്ലല്ലോ, പുറത്തടി വാങ്ങാൻ കിട്ടൂല. ഭരണകൂടം നൽകുന്ന ഭക്ഷ്യവസ്തുക്കളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയിക്കാണ്ട് അവിടെ പോയിട്ട് പറയും ഞാൻ മുഅ്തസിലി ആയിട്ടുണ്ട്, ഇനി കാർഡ് മാറ്റി തരണം. അപ്പൊ ഇന്റർവ്യൂ ചെയ്യും. ഖുർആൻ അള്ളാന്റെ കലാമാണോ, അള്ളാന്റെ സൃഷ്ടിയാണോ? സൃഷ്ടിയാണ്. അല്ലാഹ് റഹ്മാനാണോ? അല്ല. ശരി, ഓ പാസ്സായി, ഓന് കാർഡ് മാറ്റി കിട്ടി. പിന്നെ ഓന് വലിയ സുഖം. ഓന് എവിടെ ജോലിക്കെന്നാലും ഇന്റർവ്യൂ എന്നാൽ ആദ്യം കാർഡ് വയ്ക്കും. കാർഡ് ഓ അഹ്ലുസുന്നയാണ്, ഓനെടുക്കാൻ പറ്റില്ല. അങ്ങനെ അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് ഒരു ജോലിയുമില്ല, ഒരു പള്ളിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂല, എവിടെ ഇമാമിക്കാൻ കഴിയില്ല, അവർക്ക് ഇവിടെ അംഗീകാരമില്ല. അത്ര വരെ പ്രയാസപ്പെടുത്തിയ ഘട്ടങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം അഹ്മദ് 70-ാമത്തെ വയസ്സിലാണ് ജയിലിൽ പോയത്. 2.5 കൊല്ലം ജയിലിൽ കിടന്നു. ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്. ഖുർആന് അള്ളാന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 2.5 കൊല്ലം ജയിലിലിട്ടു. ജയിലിൽ പോകുമ്പോൾ 70 വയസ്സ് പ്രായമാണ്. 2 കാലിലും ഭാരമേറിയ ചങ്ങല കൊണ്ട് കെട്ടിബന്ധിച്ചു. ജുമയ്ക്ക് ശേഷം പരസ്യമായി പള്ളിയുടെ മുറ്റത്ത് വെച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്തു. വലത്തും ഇടത്തും ഓരോരുത്തർ നിർത്തി 2 പോലീസുകാര്. ആ 2 പോലീസുകാര് ഈ 2 വീതം ചാട്ടവാറും പിടിച്ച് അദ്ദേഹത്തെ 2 ഭാഗത്തു നിന്ന് മാറി മാറി അദ്ദേഹത്തെ അടിച്ചുകൊണ്ടേയിരുന്നതാണ്. അവസാനം അദ്ദേഹം അടികൊണ്ട് ബോധം കെട്ടുകൂടും. മകൻ അബ്ദുള്ള പറയാണ്, ഞങ്ങളൊക്കെ സാക്ഷികളാണ്, ബാപ്പാനെ അടിക്കണം, ഒന്നും ചെയ്യാൻ വയ്യ, പോലീസ് അടിക്കുക, എന്ത് ചെയ്യാൻ പറ്റാം? ബാപ്പ ബോധം കെട്ട് വീണു. അവസാനം ഞാനൊരു പഴയ പായ കണ്ടൂടെ, ആ പായ എടുത്തുകൊണ്ടുപോയിട്ട് ബാപ്പാന്റെ മേലിട്ടു. ഇനി അടിക്കണമെങ്കിൽ ഈ പായന്റെ മേലടിച്ചോട്ടെ, ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല ബാപ്പ അടിക്കുന്ന രംഗം കാണാൻ. ശരീരത്തിന്റെ പല ഭാഗത്തും മാംസം എങ്ങനെ ഒടിഞ്ഞ് മുറിഞ്ഞ് തൂങ്ങിക്കിടന്നു. അവസാനം ബാപ്പാനെ വെറുതെ വിട്ടപ്പോൾ ഞങ്ങൾ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി 6 മാസം ചികിത്സിച്ചിട്ടാണ് ബാപ്പാക്ക് എഴുന്നേറ്റ് നടക്കാൻ പിന്നെ പറ്റിയതാണ്. ആ കോലത്തിൽ ബാപ്പാനെ അടിച്ചവർ അവശനാക്കി. എന്തിന്? ഖുർആൻ അള്ളാന്റെ കലാമാന്ന് പറഞ്ഞിട്ട്. ഖുർആന് അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് അന്നത്തെ വലിയ അസ്ലാണ്. സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേന്നാണ്. ഇന്നിപ്പോ നമുക്ക് ആലോചിച്ചപ്പോ എന്താ ഖുർആന് കലാമാണോ മഖ്ലൂക്കാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ നമ്മളെ നോക്കാൻ പോണ് എന്നല്ലേ നമുക്കിപ്പോ എന്ത് തോന്നുള്ളൂ.